ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഈടാക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്കിലെ സമുദ്രഗതാഗതം നിയന്ത്രിക്കുന്നതിനായി ഇറാൻ ഒരു പുതിയ സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും ഈ പാത ഉപയോഗിക്കുന്ന കപ്പലുകൾക്ക് ഫീസ് ചുമത്താൻ ഉദ്ദേശിക്കുന്നുവെന്നും മുതിർന്ന ഇറാനിയൻ നിയമസഭാംഗം പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ കപ്പലുകളെ ഒരു നിശ്ചിത പാതയിലൂടെ നയിക്കുന്നതിനുള്ള ഒരു സംവിധാനം അധികൃതർ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇറാൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശനയ സമിതിയുടെ ചെയർമാൻ ഇബ്രാഹിം അസീസി പറഞ്ഞു. വരും ദിവസങ്ങളിൽ പദ്ധതി ഔദ്യോഗികമായി അനാച്ഛാദനം ചെയ്യുമെന്നും അസീസി വ്യക്തമാക്കി. നിർദ്ദിഷ്ട കരാർ പ്രകാരം ടെഹ്റാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വാണിജ്യ കപ്പലുകൾക്കും നിയന്ത്രിത റൂട്ട് ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. ഗതാഗത മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായി നൽകുന്ന പ്രത്യേക സേവനങ്ങൾക്ക് പകരമായി ഇറാൻ ഫീസ് ഈടാക്കും. പേർഷ്യൻ ഗൾഫിലും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഇടുങ്ങിയ ചോക്ക് പോയിന്റായ ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്രപാതകളിൽ ഒന്നാണ്. ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഏകദേശം 5% ഈ കടലിടുക്ക് വഴിയാണ് കടന്നു പോകുന്നത്. ഇത് ഇറാൻ, സൗദി അറേബ്യ, ഇറാഖ്, മറ്റ് ഗൾഫ് ഉൽപാദകർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഊർജ്ജ കയറ്റുമതിക്ക് ഒരു പ്രധാന ധമനിയാണ്. മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ പ്രഖ്യാപനം. ബാഹ്യ ഭീഷണികൾക്കോ ഉപരോധങ്ങൾക്കോ മറുപടിയായി കടലിടുക്കിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുമെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിരുന്നാലും അത്തരം നടപടികൾ പൂർണ്ണമായും നടപ്പിലാക്കുന്നത് വളരെ അപൂർവമാണ്. സേവനാധിഷ്ഠിത ഫീസ് എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതിനൊപ്പം ജലപാതയിൽ കൂടുതൽ നിയന്ത്രണം സ്ഥാപിക്കാനുള്ള ടെഹ്റാന്റെ ഉദ്ദേശത്തെയാണ് അസീസിയുടെ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ നേതൃത്വത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ ആരംഭിച്ച പ്രോജക്ട് ഫ്രീഡം എന്ന സമുദ്ര സംരംഭത്തിന് ഈ പാത ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് അസീസി വ്യക്തമാക്കി. തങ്ങളുടെ സ്വാധീനം തകർക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇറാന്റെ ഈ നീക്കം. ഇറാനുമായി സഹകരിക്കുന്ന കപ്പലുകൾക്ക് മാത്രമേ പുതിയ റൂട്ടിന്റെ പ്രയോജനം ലഭിക്കൂ. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ പേര് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ശത്രുതയുള്ള രാജ്യങ്ങൾക്ക് ഈ ജലപാത അടച്ചിടുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചർച്ചകൾ തുടരാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം സന്നദ്ധത അറിയിച്ചതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യക്തമാക്കി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം ഡൽഹിയിൽ സംസാരിക്കവെയാണ് ഇദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അമേരിക്കയുമായി ഇപ്പോഴും ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പുതിയ സന്ദേശങ്ങൾ ചർച്ചകൾക്കുള്ള വാതിലുകൾ തുറന്നിടുന്നു. ഇറാനുമായി നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഒഴികെ മറ്റെല്ലാവർക്കും ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ടിരിക്കുകയാണെന്ന് അറാക്ചി കൂട്ടിച്ചേർത്തു. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം സങ്കീർണമാണെന്ന് സംബന്ധിച്ച അറാക്ചി അന്താരാഷ്ട്ര ഷിപ്പിംഗിന് ഇറാൻ തടസ്സമാകില്ലെന്ന് അറിയിച്ചു. കടലിടുക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന കപ്പലുകളെ സഹായിക്കാൻ ഇറാൻ തയ്യാറാണെന്നും മേഖലയിലെ ആക്രമണങ്ങൾ അവസാനിക്കുന്നതോടെ കാര്യങ്ങൾ സാധാരണ നിലയിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനും ഒമാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാതയിൽ അന്താരാഷ്ട്ര ജലപാതകൾ ഇല്ലെന്ന തന്ത്രപരമായ കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അമേരിക്കയുമായുള്ള ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇറാൻ അമേരിക്കയിൽ വിശ്വാസമില്ലെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ഇറാനെതിരായ ആക്രമണത്തിലൂടെ ലക്ഷ്യങ്ങൾ നേടാൻ പരാജയപ്പെട്ടപ്പോഴാണ് അമേരിക്കൻ ചർച്ചകൾ വാഗ്ദാനം ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു. അമേരിക്കക്കാരെ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്, എന്നാൽ അവർക്ക് ഞങ്ങളെ വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണവുമില്ല എന്നും അറാക്ചി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.